എൻ്റെ റിപ്പീറ്റ് ലിസ്റ്റിൽ ഞാൻ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നൊരു മൂവിയാണ്. എന്നിട്ട് ഈ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. ആ ഒരു മ്യൂസിക്കിൻ്റെയും ആ ഒരു വൈബ് നമുക്ക് ആ തിയേറ്ററിനകത്ത് കിട്ടും. അതും ഓടി വണ്ണിൽ തന്നെ കണ്ടതിൻ്റെ അറിയാമല്ലോ, ഇവിടുത്തെ മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റിയൊക്കെ കിഡിലായിരുന്നു. ആകെ ഒരു വിഷമം, അവർ കുറച്ച് സീൻസ് കട്ട് ചെയ്ത് കളഞ്ഞു. അതർവൈസ് ഇറ്റ് വാസ് കിഡിലായിരുന്നു. ഇത് മുമ്പ് ടിവിയിലെ കണ്ടിട്ടുള്ളതല്ലേ, എന്നിട്ട് തിയേറ്ററിൽ വന്നപ്പോൾ പുതിയ സിനിമ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ പതറി പോകാൻ ചേട്ടാ. കാര്യം എൻ്റെ ഒരു 2 വയസ്സാണ് ഫിലിം ഇറങ്ങിയത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ഇത്രയും ഹൗസ്ഫുൾ ആയിട്ട് കാണുമ്പോഴത്തേക്ക് ആ ഒരു ഗൂസ് ബംസ് മൊമെന്റ്സ് ഇപ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്രയും ഡൗൺ ആയ ഒരു ഫിലിം ഇത്രയും ഹൈപ്പിൽ, അത് 24 വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞു നോക്കി ആ ഫിലിമിന് അന്ന് കിട്ടേണ്ട കയ്യടി ഇന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് വിധിക്കപ്പെട്ട ഒന്ന് മാത്രം കൊണ്ടായതുകൊണ്ടാണ്. എല്ലാ സിനിമകൾക്കും ഒരു ഡെസ്റ്റിനി, ആ ഒരു വിധി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എത്ര വർഷങ്ങൾക്ക് ശേഷം ആയാലും അത് കിട്ടിയിരിക്കും. അത്രേ പറയുള്ളൂ. ഹാറ്റ്സ് ഓഫ് എൻ്റെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം നമ്മൾ തിയേറ്ററിൽ കാണാൻ പറ്റാത്ത ഒരു വിഷമം ഉണ്ടായിരുന്നു. ടി വി കാണുമ്പോൾ നമുക്ക് തിയേറ്ററിൽ കാണണമെന്നൊരു ആഗ്രഹമുള്ള ലാലേട്ടൻ്റെ ക്ലാസിക് സിനിമകളിലൊന്ന്. നമ്മൾ 24 വർഷം മുമ്പാണ് ദേവദൂതൻ റിലീസായത്. അപ്പോൾ അതിൻ്റെ അതേ ഒരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് എങ്ങനെ തിയേറ്ററിൽ അവർ കണ്ടോ അതേപോലെ നമുക്ക് ഇപ്പോഴേ ആസ്വദിക്കാൻ പറ്റി. പിന്നെ 4K എടുത്ത് പറയേണ്ടത് അസാധ്യമായ സൗണ്ടും നല്ലൊരു പിക്ചർ ക്വാളിറ്റി, സൂപ്പർ. എന്താ പറയുക, വല്ലാത്തൊരു പുതിയൊരു സിനിമ കാണുന്ന എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ദേവദൂതൻ സമ്മാനിക്കാം. നമുക്ക് മോഹൻലാലിനെ ഫ്രഷായിട്ട് ഒന്നുകൂടെ കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ തലമുറയ്ക്ക് 24 കൊല്ലം മുമ്പ് ഇറങ്ങിയ പടമല്ലേ, അപ്പോൾ അന്നത്തെ തലമുറയ്ക്ക് ഒരിക്കൽ കൂടി നല്ലൊരു സിനിമ കാണാൻ സാധിക്കും. തിയേറ്ററിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇതിലോട്ട് വന്നപ്പോൾ നല്ല സൗണ്ട് ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റിയും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. അതിനെ കണ്ട കാലം നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല സൗണ്ട് ക്ലാരിറ്റി, നല്ല പിക്ചർ ക്വാളിറ്റി. അതിനേക്കാൾ കുറച്ച് പടം മാറ്റിയിട്ടുണ്ട്. ഒരു നല്ല രീതിയിൽ ആൾക്കാർക്കെല്ലാം സൂഹിക്കുന്ന കണ്ടീഷനിൽ നല്ലത് ചെയ്തിട്ടുണ്ട് പടം. അജന്ത 24 വർഷം അജന്ത ഫസ്റ്റ് അതേപോലെ നീട്ടില്ല. ആ കണ്ടീഷനിലൊക്കെ നല്ലത് എടുത്തിട്ടുണ്ട് പടം. ഈ സിനിമ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇറങ്ങിയ സിനിമയാണ്. 2000-ലാണ് ഞാൻ SSLC പാസ്സായത്. ആ ഒരു സമയത്തെ സിനിമയാണ്. അന്ന് തീർച്ചയായിട്ടും ഞാൻ തിയേറ്ററിലൊന്നും അന്ന് കണ്ടില്ല. കാരണം നമുക്ക് അന്നത്തെ പരിമിതികളൊക്കെ ധാരാളം ഉണ്ടല്ലോ. നമ്മൾ ഒന്നാമത് ക്ലാസ് കെട്ടിയതൊക്കെയാണ് അന്ന് സിനിമകൾ കാണാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സിനിമ തീർച്ചയായിട്ടും മിസ് ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം കണ്ടിരുന്നു. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് റിലീസ് ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമേ എടുത്തു പറയേണ്ടത് ഒരു മികച്ചൊരു സിനിമ അനുഭവമായിരുന്നു. കാരണം ഇന്നത്തെ കാലത്ത് നമുക്കൊരു നല്ലൊരു തിയേറ്റർ വേണം. അതുപോലെ തന്നെ ആ തിയേറ്ററിൽ ഓടുന്ന സിനിമയുടെ കണ്ടന്റ് നല്ലതായിരിക്കണം. ഇപ്പോൾ 24 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നിയില്ല. കാരണം ആ ഒരു വിഷ്വൽസിലെ ഒരു ക്ലാരിറ്റി, അതുപോലെ തന്നെ സൗണ്ട്. കാരണം ഓവർ ഹെഡ് സ്പീക്കേഴ്സൊക്കെ ഇത് ഓവർ ടൈം പണിയെടുക്കുകയായിരുന്നു എന്ന് പോലും തോന്നിപ്പോയി.